ചാലക്കുടി ഉപജില്ലാതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് പി സോമൻ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ജിഷ മാത്യു അധ്യക്ഷയായി. ചാലക്കുടി ഉപജില്ല വികസന സമിതി ട്രഷറർ ചന്ദ്രൻ യുയു, കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ, ചാലക്കുടി സബ് ജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി ജോജു MJ എന്നിവർ സംസാരിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കായികാധ്യാപകൻ സജി ജോർജ് സ്വാഗതവും, ചാലക്കുടി സബ് ജില്ലാ ഗെയിംസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വിസ്മി വർഗീസ് നന്ദിയും പറഞ്ഞു. ഇപ്പോൾ നിരവധി വർഷങ്ങളായിട്ട് നമുക്കിവിടെ ഇത് നടത്താറുണ്ട്. ഞാൻ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധ്യാപകരുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചാലക്കുടി ഉപജില്ലയിലെ 16ഓളം സ്കൂളുകളിലെ കുട്ടികളാണ് ഇവിടെ ഫുട്ബോളുമായി മാറ്റുരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഭാഗ്യമാണ്. ഈ ഭാവി കാലങ്ങളിൽ നിങ്ങളൊക്കെ വലിയ വലിയ കളിക്കാരായിട്ട് മാറുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വലിയ ഇൻ്റർവ്യൂകളിൽ പറയൂലേ എന്തെന്ന്, ഞങ്ങൾ കൊടകര ഇങ്ങനെ ഒരു സ്ഥലത്ത് കളിക്കാൻ പോയിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ ഇല്ലേ, പറയില്ലേ? ആരായി മാറും നീ? ആരാവാ? ഫുട്ബോളിൽ ആരാവും? റൊണാൾഡോ ആവും. അതുപോലെ നിരവധി ആളുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട്. അപ്പം അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഔപചാരികമായി നമ്മുടെ സുബ്രതോ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനപ്പെട്ടതായിട്ട് അറിയിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യം. താഴെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് സാർ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കളിക്കുക എന്നുള്ളത്, അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവരും കളിക്കാൻ വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് പരിശീലനം നൽകാനായിട്ട് ഒരു കായികാധ്യാപകൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ കഴിവുള്ള കുട്ടികളുണ്ട്, എന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കാനായിട്ടൊരു കായികാധ്യാപകൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നന്നായിട്ട് കളിക്കുക, നന്നായി പഠിക്കുക. ഈ പ്രായത്തിൽ നിങ്ങൾ നല്ലപോലെ കളിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നു.